അപ്പോൾ ഞങ്ങളുടെ സിനിമ ഫെബ്രുവരി 14 തിയേറ്ററിലെത്താണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ എത്തിയേക്കുന്നത്. സഞ്ജേട്ടൻ ആദ്യമായിട്ട് നായകനായിട്ട് വരുന്ന സിനിമയാണ് ആഫ്റ്റർ അമ്പാൻ. ആക്ച്വലി ഒരു 84-83 ഒക്കെയാണ് എന്റെ നോർമൽ വെയിറ്റ്. ഒരു രോമാഞ്ചത്തിലൊക്കെ ഉള്ള ഒരു വെയിറ്റ് ആണ്. അപ്പൊ അത് ഞാൻ ആവശ്യത്തിന് വേണ്ടി അമ്പാന് വേണ്ടിയിട്ട് ഒരു 97 പോയി. അപ്പൊ അതിനുശേഷം പൈങ്കിലേക്ക് എത്തുമ്പോ 75 കിലോ. ഞാൻ പൊന്മാന്റെ പ്രൊമോഷൻ അനശ്വരനെ ഇംപ്രസ് ചെയ്യിപ്പിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ ഇല്ലയോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. എന്റെ ഇത്ര ഇഷ്ടപ്പെടാൻ കാരണം എന്താ? ഏത് ക്യാരക്ടർ ഉണ്ട് കേട്ടാ? 5, 6, 7, 8, 9, 10. എന്നോമനെ ശ്വാസമേ ജീവനെ ആയിഷ ഹോയ് എന്നോമനെ ശ്വാസമേ ജീവനെ ആയിഷ ഹോയ്. എല്ലാ അനശ്വര പറഞ്ഞ പോലെ ഫെബ്രുവരി 14 സിനിമ കാണാൻ വരണം. അനശ്വര പറഞ്ഞ പോലെ തന്നെ ഷോട്ട് എടുക്കുന്നതിന് മുമ്പേ ഡയറക്ടറിന്റെയും സ്ക്രിപ്റ്റ് റൈറ്ററിന്റെയും കാലൊക്കെ തൊട്ട് അനുഗ്രഹം വാങ്ങിക്കണം. ഞാൻ നേരെ ഇന്ന് രണ്ടുപേരുടെയും കാലിൽ തൊട്ട് രണ്ടുപേരും ഒരാളിങ്ങോട്ടും ഒരാളിങ്ങോട്ടും ചാടി സെറ്റ് മൊത്തം ഞെട്ടി. എന്താ സംഭവിച്ചിവിടെ? ജസ്റ്റ് 2 സ്റ്റെപ്പ് വെച്ചാൽ ജസ്റ്റ് 2 സ്റ്റെപ്പ്. ഓക്കെ, കൺമണി അൻപോട് കാതലൻ ഞാൻ എഴുതും കടിതമേ, പൊന്മണി പൊൻവീട്ടിൽ സൗഖ്യമാനാടിങ്ക് സൗഖ്യമേ. 15 വയസ്സിലായിരുന്നു എൻ്റെ ആദ്യത്തെ സിനിമ റിലീസായത്. അപ്പം എനിക്ക് മേ ബി എൻ്റെ ഒരു ഇതാണ് എൻ്റെ പാഷൻ, അല്ലെങ്കിൽ ഇതാണ് ഞാൻ ചെയ്യേണ്ടതെന്ന് എനിക്ക് റിയലൈസ് ചെയ്ത ഞാൻ ഇതിന് വന്നതിന് ശേഷമാണ്. എനിക്കിങ്ങനെ സിനിമയിൽ ഞാൻ ആഗ്രഹിച്ച് ഞാൻ സിനിമയിൽ എത്തണം അങ്ങനെ ഞാൻ ഒരിക്കലും വിചാരിച്ചു വന്ന ഒരാളല്ല. അതിലേക്ക് എത്താൻ വേണ്ടി ഹാർഡ് വർക്ക് ചെയ്ത് അങ്ങനെ എത്തിയതല്ല. ശോഭനമായ ഒരു കരിയർ സ്വപ്നം കാണുന്നവരാണോ നിങ്ങൾ? എങ്കിൽ മികച്ച കരിയർ ബിൽഡ് ചെയ്യാൻ ഏറ്റവും അധികം ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ജപ്പാനിലേക്ക് പറക്കാം ടോക്കിയോ ഇന്റർനാഷണൽ അക്കാഡമിയിലൂടെ. ബേസിക് ലാംഗ്വേജ് പഠിച്ച് ജപ്പാനിൽ പോയി ഉന്നത ശമ്പളത്തിൽ ജോലി നേടാൻ ടോക്കിയോ ഇന്റർനാഷണൽ അക്കാഡമി നിങ്ങളെ സഹായിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യൂ. ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പൊ നല്ലൊരു കയ്യടി നൽകിക്കൊണ്ട് നമുക്ക് അവരെ സ്വാഗതം ചെയ്യാം. സച്ചിൻ ഗോപു, അനശ്വര, റോഷൻ, ചന്തു, ജിസ്മ. Yes. So, ladies and gentlemen, നമ്മൾ ഇത്രയും നേരം ആകാംക്ഷയോടെ എക്സൈറ്റ്മെന്റോടെ കാത്തിരുന്ന ഇന്നത്തെ the very fabulous and energetic team പൈങ്കിളി. Yes, welcome to Student Show. ആൻഡ് ഞങ്ങൾ കുറേ നേരമായിട്ടോ നിങ്ങളെ കാത്തിരിക്കുകയാണ്. ഇവരെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എപ്പോ വരും അമ്പാനെ കാണണം, അനശ്വരനെ കാണണം, ജിസ്മേനെ കാണണം, റോഷൻ, ചന്തു. ആൻഡ് ഫൈനലി നിങ്ങളുടെ എല്ലാവരുടെ ചോദ്യത്തിന് ഉത്തരമായിട്ട് ഇവരെ നിങ്ങളുടെ ഫ്രണ്ടിൽ കൊണ്ട് ഇരുത്തിയിരിക്കുകയാണ്. സോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, മൈൽസ്റ്റോൺ ഫാമിലിയുടെ ഒരു പുതിയ ഷോയുടെ ലോഞ്ചും കൂടെയാണ് ദ സ്റ്റുഡന്റ് ഷോ. സോ നിങ്ങൾക്കറിയാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇവരോട് കുറേ നേരം സംസാരിച്ചു. ആൻഡ് പുതിയ ഒരു ഷോ ആയിട്ടാണ് ഞങ്ങൾ മൈൽസ്റ്റോൺ ഫാമിലി എത്തിയിരിക്കുന്നത്. സോ ഇവിടെ ഇരിക്കുന്ന ഈ ഓഡിയൻസ് മൊത്തം സിനിമയെ ആഗ്രഹിക്കുന്ന, സിനിമയെ സ്വപ്നം കാണുന്നവരാണ്. ആൻഡ് വെരി പാഷനേറ്റഡ് ആയിട്ട് ദ ഫ്യൂച്ചറിൽ ആക്ടർ, ആക്ട്രസ്, ഡയറക്ടർ, റൈറ്റർ ഒക്കെ ആകണമെന്ന് ആഗ്രഹിക്കുന്ന നമ്മുടെ SH കോളേജിലെ ചൊണക്കുട്ടന്മാരും ചൊണക്കുട്ടികളുമാണ്. സോ ഒരിക്കൽ കൂടി നിങ്ങളുടെ ആവേശം കാണിക്കാം. യെസ്, താങ്ക് യു സോ മച്ച്. ആൻഡ് ഇവർക്ക് ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കാനായിട്ടുണ്ട്, ഒരുപാട് ഡൗട്ടുകളുണ്ട്. ആൻഡ്
മോറോവർ ഇതിന്റെ ടാഗ് ലൈൻ പോലെ എനിക്ക് വലിയ റോൾ ഒന്നുമില്ല, സ്റ്റുഡൻസിനാണ് ഇവിടെ റോള്. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി ഞങ്ങളുടെ മൈൽ സ്റ്റോണിന്റെ ഈ ഒരു സ്റ്റുഡന്റ് ഷോ ഈ ഒരു ടീമിനെ വെച്ച്. ആൻഡ് അനശ്വര നമുക്ക് എല്ലാവർക്കും വരെ വെരി ഹാർഡ് വർക്കിംഗ്. ഈ ഒരു നിലയിൽ ഇപ്പൊ ഒരു ലൈറ്റില് എല്ലാ മൂവീസ് എടുത്തു നോക്കിയാലും ആ ഒരു ആക്ടിങ് സ്കില്ലും വെരി ടാലന്റഡ് ആൻഡ് വെരി ഹാർഡ് വർക്കിംഗ് പേഴ്സണാലിറ്റിയാണ് അനശ്വര. സോ ഫസ്റ്റ് ഓഫ് ഓൾ അനശ്വരയോട് തന്നെ ഞങ്ങളുടെ ഈ ഒരു സ്റ്റുഡന്റ് ഷോ മൈക്കുണ്ട് സ്റ്റുഡന്റ് ഷോ ഈ ഒരു ലോഞ്ച് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് അനശ്വരനെ ഈ ഒരു അവസരത്തിൽ കിട്ടാൻ സാധിച്ചത്. ആൻഡ് ഓവർ ടു യു. സ്റ്റുഡന്റ് ഷോ ഇങ്ങനെ ഒരു പൈങ്കിളി ടീമായിട്ട് വന്നിരിക്കുകയാണ്, അപ്പൊ എന്ത് തോന്നുന്നു ഈ ഒരു അവസരത്തിൽ? ഹായ്, എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ റിയലി സോറി ലേറ്റ് ആയതിന്. നമ്മളെല്ലാവരും ഒരുമിച്ചെത്തി വരാൻ കുറച്ച് വൈകിപ്പോയി, കുറച്ച് ബ്ലോക്ക് കിട്ടിപ്പോയി. സോ റിയലി സോറി നിങ്ങളെ വെയിറ്റ് ചെയ്യിപ്പിച്ചതിന്, പിന്നെ നിങ്ങളിവിടെ ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തതിനും താങ്ക് യു സോ മച്ച്. അപ്പോൾ ഞങ്ങളുടെ സിനിമ ഫെബ്രുവരി 14 തിയേറ്ററിലെത്താണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ എത്തിയേക്കുന്നത്. ഞങ്ങൾ കോളേജ് പ്രൊമോഷൻസിനും ഇന്റർവ്യൂ ഒക്കെ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറച്ച് പേരെടുക്കുന്ന ഒരു Q&A ഒരു ഇന്ററാക്റ്റീവ് സെക്ഷൻ നമുക്ക് അങ്ങനെ പ്രോപ്പറായിട്ട് ഉണ്ടായിട്ടില്ല. അപ്പം നിങ്ങളുടെ ക്വസ്റ്റ്യൻസും പടത്തിനെ പറ്റിയിട്ട് നിങ്ങളുടെ ചോദ്യം കേൾക്കാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. ആൻഡ് മമ്മിത് ഇവിടെയാണ് പഠിച്ചതെന്ന് എനിക്കറിയാം. അപ്പോൾ അവള് കോളേജിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ ഇവിടെ വരാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. അപ്പം താങ്ക് യു സോ മച്ച്. അനശ്വര പറഞ്ഞ പോലെ തന്നെ ഈ ഒരു സ്റ്റുഡന്റ് ഷോ എവിടെ ലോഞ്ച് ചെയ്യുമെന്ന് ഞങ്ങൾ തിങ്ക് ചെയ്തപ്പോ വൈ നോട്ട് SH, കാരണം ആഘോഷങ്ങൾ മാത്രം നടക്കുന്ന ഒരു കോളേജാണ്, സിനിമയായിട്ട് ഭയങ്കര കണക്റ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു കോളേജാണ് SH കോളേജ്. സോ സ്റ്റുഡന്റ് ഷോ ഇവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം എന്ന് ഞങ്ങൾ വിചാരിച്ചു. ആൻഡ് ഓവർ ടു സ്റ്റുഡൻസ്, നല്ല അടിപൊളി ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഈ ഒരു പൈങ്കിളി ടീം കാത്തിരിക്കുന്നത്. അനശ്വര പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ ഒരു സ്റ്റുഡന്റ് Q&A പലതരത്തിലുള്ള പ്രൊമോഷൻസ് നടന്നു കഴിഞ്ഞു. ആൻഡ് ഈ ഒരു Q&A എന്നുള്ള രീതിയിൽ ഈ ഒരു പാറ്റേൺ രീതിയിൽ ഫസ്റ്റ് ടൈമാണ് അത് ഈ സ്റ്റുഡന്റ് ഷോയിലൂടെയാണ്. സോ ഓവർ ടു യു ഗൈസ്. ആൻഡ് നമ്മളെ പാട്ടും ഒരു സോങ്ങും ഒരു ട്രെയിലറും ഇറങ്ങിയിട്ടുണ്ട്. കണ്ടായിരുന്നു ആരെങ്കിലും? ഇഷ്ടപ്പെട്ടോ? ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഒരു പടത്തിനെ പറ്റി ഇൻട്രൊഡക്ഷൻ തരാം. അതുപോലെ തന്നെയാണ് സിനിമ. കുറച്ചൊന്ന് ഒരു മീറ്റർ കുറച്ച് ഹൈ ആയിട്ടുള്ള ഒരു 100 രൂപയ്ക്ക് ഞങ്ങളൊരു 150 രൂപയ്ക്ക് അഭിനയിച്ചിട്ടുണ്ട് എല്ലാവരും. ആ ഒരു മൂഡിലാണ് പടം. മൊത്തത്തിൽ കുറച്ച് ഹൈ ആണ്. അപ്പോൾ പേര് പോലെ തന്നെ കുറച്ച് പൈങ്കിളിയാണ്. ആ മോഡിലാണ് പടം മൊത്തത്തിലുള്ളത്. നിങ്ങളെ പാട്ടും ഇപ്പൊ ഈ പോസ്റ്റേഴ്സും ട്രെയിലറും ഒക്കെ ഉള്ള പോലെ തന്നെയാണ്, അതുപോലെ തന്നെയാണ്. അപ്പോൾ അതാണ് പടത്തിനെ പറ്റിയിട്ട്. പിന്നെ സജിൻചേട്ടൻ ആദ്യമായിട്ട് നായകനായിട്ട് വരുന്ന സിനിമയാണ് ആഫ്റ്റർ അമ്പാൻ. സജിൻചേട്ടൻ ആദ്യമായിട്ട് ഹീറോ ആയിട്ട് വരുന്ന ആവേശത്തിന്റെ ഡയറക്ടർ ജിത്തു മാധവൻ ആളാണ് ഇതിന്റെ റൈറ്റർ. അതില് വാർഡനായിട്ട് അഭിനയിച്ച ചേട്ടൻ ആവേശത്തില് ആളാണ് ശ്രീജിത്തേട്ടനാണ് ഇതിനകത്ത് ഡയറക്റ്റ് ചെയ്യുന്നത്. പിന്നെ ഫഹദ് ഫാസിലാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഫഹദ് ഫാസിൽ ആൻഡ് ഫ്രണ്ട്സ് ആണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം സജിൻ ചേട്ടൻ, പിന്നെ ജിസ്മ ചേച്ചി, ഇപ്പം നിങ്ങള് റീൽസ് ആണെങ്കിലും ഇൻസ്റ്റയിലും യൂട്യൂബിലും ഒക്കെ കണ്ടിട്ടുണ്ടാവും. ജിസ്മ ചേച്ചിയും പിന്നെ വിമലേട്ടനും നിങ്ങൾക്ക് ഭയങ്കര പരിചയമുള്ള ഒരാളായിരിക്കും. ഇതിനകത്ത് ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. അതേപോലെ റോഷൻ ചേട്ടൻ, ശാന്തൻ, ആവേശത്തിലെ ശാന്തന് ശേഷം ആളിപ്പോ ഇതിനകത്ത് പാച്ചെന്നുള്ള ക്യാരക്ടർ ചെയ്യുന്നത്. അതേപോലെ ചന്തു ചേട്ടൻ മഞ്ഞുമലിന് ശേഷം വേറൊരു ക്യാരക്ടർ, വേറൊരു രസമുള്ള ഒരു ക്യാരക്ടറായിട്ട് കുഞ്ഞായി എന്നുള്ള ക്യാരക്ടറായിട്ട് ചന്തുചേട്ടനുണ്ട്. സോ ഒരുപാട് പേരുണ്ട് ഈ സിനിമയ്ക്കകത്ത്. വേറെ കുറേ കാസ്റ്റ് ഉണ്ട്. അപ്പം ഞങ്ങൾക്കാണ് ഇപ്പം നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കാനുള്ള അവസരം കിട്ടിയത്. അപ്പോ അതാണ് പടത്തിനെ പറ്റിയിട്ട്. അപ്പൊ നമ്മുടെ അനശ്വര ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു സ്റ്റോറിയിലുള്ള ആക്ട് ചെയ്തേക്കുന്നവർ അവരെല്ലാരും പറഞ്ഞു. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് ബൈ ഞാൻ നിങ്ങളുടെ ഇടയിലേക്ക് വരാം. അപ്പൊ ആദ്യം തന്നെ നമ്മുടെ ഇന്നത്തെ ഹൈലൈറ്റ് ആയ സ്റ്റുഡൻസിന് തന്നെ അവസരം കൊടുക്കാം അല്ലേ? സോ ഗൈസ്, ഓവർ ടു യു. ഓക്കെ. അനശ്വരന് എനിക്ക് തണ്ണീർവത്തൻ ദിനങ്ങൾ കൂടെയാണ് പരിചയം. പൊളി സിനിമ ആയിരുന്നു തണ്ണീർവത്തൻ ദിനങ്ങള്. പേരെന്താ? എം പൗലോസ് കൊച്ചിക്കാരനാ. നിങ്ങളുടെ രണ്ടുപേരും പരിചയം ആവേശത്തിൽ കൂടെ. പൊളി സിനിമ ആയിരുന്നു കേട്ടോ ആവേശം. ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ക്വസ്റ്റ്യൻസ്. അടുത്ത സിനിമയിൽ എനിക്ക് അഭിനയിക്കാൻ ഒരു ചാൻസ് വരുമോ പ്ലീസ്?
അനശ്വരനാണോ? എല്ലാരോടും ആക്ടേഴ്സിലാണ് ഞാൻ നന്നായിട്ട് അഭിനയിക്കും. ഡ്രാമയിലല്ല ഞാൻ കഴിഞ്ഞോടെ ഞാൻ പൊന്മാന്റെ പ്രൊമോഷൻ ബേസിലിനോട് അല്ല ഞാൻ ചോദിച്ചിട്ടത് ഞാൻ ചോദിച്ചത് പെപ്പെടാനും വളക്കട്ടെ എങ്ങനെയാന്ന് ചോദിച്ചത്. കോളേജിൽ മാച്ച് ഉണ്ടോ? അങ്ങനെയാണല്ലോ ചോദിച്ചത്. കഴിഞ്ഞ ആഴ്ച ഞാൻ വന്നപ്പോ അല്ലെ പക്ഷെ അതിനകത്ത് പൊട്ട സജഷനാ വന്നേ പുള്ളിക്കാരി. അന്ന് തൊട്ട് വേറൊരു മച്ചാൻ അഭിനയിക്കാൻ പറ്റുമോ എനിക്ക് പ്ലീസ്? അഭിനയിക്കാൻ പറ്റുമോ അടുത്ത സിനിമയായിട്ട്? എടാ ഞാൻ അടുത്ത സിനിമകളിൽ അങ്ങനെ കാസ്റ്റിംഗ് കോൾ അങ്ങനെ ഒക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് അത് അറിയിക്കാം. നീ പോയി അറ്റൻഡ് ചെയ്യും. നമ്മൾ തന്നെ ഇവിടെ അഭിനയിച്ചോണ്ടിരിക്കുകയാണ്. ഒരാൾക്കോട് ചോദിച്ച് നമ്മൾ തന്നെ ഒരു റോൾ എടുത്തോണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഇങ്ങനെ ചോദിക്കില്ലേ? ഓക്കെ ആൻഡ് അവസരം തരാം. ഓക്കെ തരാം. ആൻഡ് നെക്സ്റ്റ്. ഹായ്, എൻ്റെ പേര് അന്ന. എനിക്ക് അനശ്വരയോടാണ് ചോദിക്കാനുള്ളത്. അനശ്വരയുടെ ഫസ്റ്റ് ഫിലിം ആയിരുന്നു ഉദാഹരണം സുജാത. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങാൻ നിൽക്കുന്ന സിനിമയാണ് പൈങ്കിളി. ആ അനശ്വരയും ഈ അനശ്വരയും തമ്മിലുള്ള മേജർ ഡിഫറൻസസ് എന്തൊക്കെയാണ് ഈ ഫിലിം ഫീൽഡിൽ വന്നേ പിന്നെയുള്ള? നല്ല ക്വസ്റ്റ്യൻ. മേജർ ഡിഫറൻസ് എന്ന് പറയാം, എനിക്കങ്ങനെ സിനിമയിൽ ഞാൻ ആഗ്രഹിച്ച് ഞാൻ സിനിമയിൽ എത്തണം അങ്ങനെ ഞാൻ ഒരിക്കലും വിചാരിച്ച് വന്ന ഒരാളല്ല. ഭയങ്കര അതിലേക്ക് എത്താൻ വേണ്ടി ഹാർഡ് വർക്ക് ചെയ്ത് അങ്ങനെ എത്തിയതല്ല. ആക്സിഡന്റലി എന്നല്ല, ഞാൻ ഒഡീഷൻ അയച്ച് ആദ്യത്തെ ഓഡീഷനായിരുന്നു. അപ്പം അങ്ങനെ ഒരു ചിന്തയില്ലാതെ പെട്ടെന്നൊന്നും എത്തിയ ഒരാളാണ് ഞാൻ. ക്ലാസ് ഒക്കെ സ്കിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി ഓഡീഷന് പോയ ഒരാളാണ് ഞാൻ. അപ്പം അതിനുശേഷം എനിക്ക് എൻ്റെ ലൈഫിൽ എനിക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യണം എനിക്ക് തോന്നിയത് എനിക്ക് സിനിമ വന്നതിന് ശേഷമാണ്. എൻ്റെ ആദ്യത്തെ സിനിമ എനിക്ക് 15 വയസ്സിലായിരുന്നു എൻ്റെ ആദ്യത്തെ സിനിമ റിലീസായത്. അപ്പോൾ എനിക്ക് മേ ബി എൻ്റെ ഒരു ഇതാണ് എൻ്റെ പാഷൻ അല്ലെങ്കിൽ ഇതാണ് ഞാൻ ചെയ്യേണ്ടതെന്ന് എനിക്ക് റിയലൈസ് ചെയ്ത് ഞാൻ ഇതിന് വന്നതിന് ശേഷമാണ്, ഈ സിനിമ ഫീൽഡിൽ എത്തിയതിന് ശേഷമാണ്. അതെന്നെ ഒരുപാട് കാര്യങ്ങൾ എന്നെ പഠിപ്പിച്ചു. ഒരുപാട് കാര്യങ്ങൾ പഠിച്ചതിന്ന് അൺലേൺ ചെയ്തു. ഈ സിനിമേനെ പറ്റി ഒരുപാട് അറിയാൻ പറ്റി. ലൈഫിലെ എന്താ പറയാ, ഒരു പെർഫോമൻസിലുണ്ടായ മാറ്റം. ആദ്യം ചെയ്യുമ്പോൾ എനിക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു. ക്യാമറയോ ഒരു ലൈറ്റിങ്ങോ എവിടെ ഫേവർ ചെയ്യണം, ഇവിടെ ഇങ്ങനെയാണ് ക്യാമറ, ഇങ്ങനെ ഇങ്ങോട്ടൊക്കെ നോക്കി ഡയലോഗ് പറയും. ഒരു അന്തവും കൊന്തും ഇല്ലാതെയായിരുന്നു. അതിനുശേഷം ഒരു ക്യാമറ ഫേവർ ചെയ്യുന്ന എങ്ങനെയാണ്, ഒരു സൗണ്ടിൽ എങ്ങനെയൊക്കെ മാറ്റം വരുത്തണം, അങ്ങനെ കുഞ്ഞു 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 കാര്യങ്ങൾ ടെക്നിക്കലി ആണെങ്കിലും അത് ഞാൻ പഠിച്ചു. ഇതിലേക്ക് വന്നതിന് ഇപ്പൊ റീസെന്റ് ഞാൻ പഠിച്ചു തുടങ്ങുന്നു അതിനെ പറ്റിയിട്ടൊക്കെ. ഓക്കെ യെസ്, എനിക്ക് നമ്മുടെ സജി ചേട്ടനോട് ചോദിക്കാനുണ്ട്. ഞങ്ങൾ എല്ലാവരും മനസ്സിലേറ്റിയ ഒരു കഥാപാത്രമാണ് ആവേശത്തിലെ അംബാൻ, അല്ലേ? യെസ്, അംബാൻ ഇപ്പൊ ഞങ്ങൾക്ക് നേരിട്ട് നോക്കുമ്പോ ആ അംബാനാണ് ഈ അംബാൻ എന്ന് തോന്നുന്നേ ഇല്ല. സോ ഈ ഒരു മൂവിക്ക് വേണ്ടിയായിരിക്കും ഇത്രയും വെയിറ്റ് ലോസ് ആൻഡ് ഈ ഒരു ട്രാൻസ്ഫോർമേഷനും കാര്യങ്ങളൊക്കെ വന്നത്. സോ ആ ഒരു ജേർണി ഞങ്ങളോടൊന്ന് ഷെയർ ചെയ്യാമോ? ആക്ച്വലി ഇവർക്ക് അറിയാവുന്ന കാര്യമാണ്. കഴിഞ്ഞ ആഴ്ച ഞാൻ ഒന്ന് പറഞ്ഞായിരുന്നു, ഒന്നും കൂടി വേണമെങ്കിൽ ഞാൻ പറയാം. ഞാൻ ആവേശം കഴിഞ്ഞതിന് ശേഷം ഒന്ന് നോർമൽ ആവേശത്തിന് വേണ്ടി കൂട്ടിയതാണ് ഞാൻ. ആക്ച്വലി ഒരു 84, 83 ഒക്കെയാണ് എന്റെ നോർമൽ വെയിറ്റ്. ഒരു രോമാഞ്ചത്തിലേക്കുള്ള ഒരു വെയിറ്റ് ആണ്. അപ്പൊ അത് ഞാൻ ആവേശത്തിന് വേണ്ടി അമ്പാന് വേണ്ടിയിട്ട് ഒരു 97 പോയി. അപ്പൊ അതിനുശേഷം കുറച്ച് നോർമൽ അവസ്ഥയിലേക്ക് നമ്മളാണ് ഞാൻ പൊന്മാൻ കമ്മിറ്റ് ചെയ്യുന്നത്. പൊന്മാൻ നിന്നിട്ട് പൊന്മാന് വേണ്ടിയിട്ട് വീണ്ടും അത്രയും തന്നെ വേറെ രീതിയിൽ പോയി. മറ്റേത് കുറച്ച് ഷേപ്പിലൊക്കെ ജിമ്മിലൊക്കെ പോയി വർക്കൗട്ടൊക്കെ ചെയ്ത് അങ്ങനത്തെ രീതിയിലായിരുന്നു അമ്പാന്റെ. ഇത് കുറച്ചുകൂടി ചീർത്ത് മല പോലെ ഫീൽ ചെയ്യുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞ അറൗണ്ട് ആ രീതിയിലുള്ളൊരു ഫുഡ് കഴിക്കലും അങ്ങനെയൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം പൈങ്കിളിക്ക് എത്തുമ്പോൾ 75 ചെയ്തു, 75 കിലോ അതിലേക്ക് എത്തി. ഇപ്പൊ തിരിച്ചിപ്പോ ഞാൻ എന്റെ നോർമൽ ഫിറ്റിലേക്ക് വരികയാണ്. യെസ്, ഇതിന്റെ ട്രെയിലർ ഒക്കെ കണ്ടപ്പോ കുറച്ചധികം ഹൈപ്പർ ആക്റ്റീവും ഈ പൈങ്കിളിയെ പോലെ ചെമ്പരത്തി പൂവൊക്കെ വെക്കാൻ തീരെ ഇഷ്ടമുള്ള കൂട്ടത്തിലാണോ അമ്പാൻ അതിനകത്ത്? ഇതിലെന്തായാലും അങ്ങനെ ഭയങ്കര ഹൈപ്പർ, എല്ലാവരും ഭയങ്കര ലൗഡ് പെർഫോമൻസ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ ഇച്ചിരി ഓവറായിട്ട് 100 രൂപ കിട്ടി 150 രൂപ അഭിനയിക്കുക. അതേപോലെ എല്ലാവരും അങ്ങനത്തെ ഒരു മീറ്ററാണ് പടം മൊത്തം. അത് സോങ് കണ്ടവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. ഈ പറഞ്ഞ നാളെ ഒരു സോങ് ഇറക്കും, അതൊരു പ്രൊമോ സോങ് ആണ്. അപ്പൊ അതൊക്കെ കാണുമ്പോൾ കറക്റ്റ് പടത്തിന്റെ മീറ്റർ കിട്ടും. ട്രെയിലർ കാണുമ്പോഴും എന്തായാലും മനസ്സിലാവുന്ന വിചാരിക്കണം. എന്തായാലും എല്ലാവർക്കും കണക്ട് ആവും. ആക്ച്വലി 90 കിട്ടും 2K കിട്ടും ചേർന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും പരിപാടി, ആ റിലേഷൻഷിപ്പ് അങ്ങനെ അതിന്റെ ഒരു പരിപാടി, അങ്ങനത്തെ ഒരു കോൺഫ്ലിക്റ്റ് ഒക്കെ ആയിരിക്കും പടം. ഓക്കെ, ആൻഡ് ചന്തു
ശാന്തു വന്നപ്പോ തൊട്ട് എല്ലാരും ഇങ്ങനെ ഒബ്സർവ് ചെയ്ത് ഇങ്ങനെ ഇരിക്കും എന്താണ് അവരൊക്കെ പറയുന്നതെന്ന്. ഓക്കെ, നമ്മുടെ SH കോളേജിൽ വന്നിട്ട് നമ്മുടെ പൈങ്കിളിനെ പറ്റി 2 വാക്ക് നമ്മുടെ കോളേജിനോട്. ഇവർക്കൊക്കെ പറഞ്ഞു തന്നെ എനിക്ക് പറയാനുള്ളൂ. ചന്തു എല്ലാ അനുസരിച്ച് ഒറ്റ വാക്ക് നേരത്തെ കണ്ടു. ഇത്രയും ദിവസം ഇന്റർവ്യൂക്ക് ഞങ്ങൾ ഓരോരുത്തരും പറഞ്ഞിട്ടിരുന്ന കാര്യമാണ് അനശ്വര ഒറ്റ പറഞ്ഞത്. ഞാൻ സഞ്ചാരം നോക്കിയിരുന്നതാ, ഇവിടെ എല്ലാം പറഞ്ഞല്ല തീരെ. അല്ല, ഞാൻ ഓർക്കും ചെയ്തു ആങ്കറിന്റെ റോള് അനുശ്വര അങ്ങ് ഏറ്റെടുത്തോ. അല്ല, ഞങ്ങളിങ്ങനെ തുടക്കത്തിൽ ഇങ്ങനെ എല്ലാം കൂടെ എന്ത് പറയാൻ, എല്ലാ അനശ്വര പറഞ്ഞ പോലെ ഫെബ്രുവരി 14 സിനിമ കാണാൻ വരണം. അനശ്വര പറഞ്ഞ പോലെ തന്നെ ഓക്കെ, താങ്ക് യു. ഓക്കെ, എനിക്കില്ല, നമുക്കൂടെ രുചിയോ. ആൻഡ് റോഷന്റെ ഒരു അടുത്തൊരു വെടിക്കേറ്റ് പെർഫോമൻസ് ഞങ്ങൾക്ക് പൈങ്കിളി കാണാൻ പറ്റുമോ ആവശ്യത്തെ പോലെ തന്നെ? ഉറപ്പായിട്ടും ആവേശത്തില് രംഗണ്ണന്റെ അമ്പാനെ പോലെയാണ് ഈ ഇതില് എന്റെ അമ്പാനാണ്. ഓ, അങ്ങനൊരു ക്യാരക്ടറാണ്. ക്യാരക്ടർ. ഓക്കെ, ആൻഡ് പൈങ്കിളി ടീം, ഞാൻ ഒരു ചെറിയൊരു സെഗ്മെന്റ് ഇവർക്ക് കൊടുക്കുകയാണ്. നിങ്ങളുടെ സിനിമയുടെ ടൈറ്റിൽ പോയാൽ തന്നെ ഒരു പൈങ്കിളി സെഗ്മെന്റ് ആണ്. ഇതില് ധൈര്യമുള്ള 5 ആൺകുട്ടികൾ വേണം. ഇതില് ധൈര്യമുള്ളതെന്ന് പറയുമ്പോ കുറെ പേരൊക്കെ ഇങ്ങനെ കസാരയെന്ന് അങ്ങ് ഇറങ്ങി പോവാണ്. 5 ആൺകുട്ടികളാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ആൻഡ് ഇവിടെ നമ്മുടെ അനശ്വരയുണ്ട്. ആൻഡ് ഇത് ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേക്കാണ് റിലീസ് ചെയ്യുന്നത്. അപ്പൊ അനശ്വരനെ ഇംപ്രസ് ചെയ്യിപ്പിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ ഇല്ലയോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. അപ്പൊ നമ്മൾ ഒരു 5 റാൻഡം ആയിട്ടുള്ള ബോയ്സിനെ ആയിരിക്കും ചൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അനശ്വരനെ ഇംപ്രസ് ചെയ്യിപ്പിക്കാൻ, ഡാൻസ് കളിപ്പിച്ചോ പാട്ട് പാടിയോ. അനശ്വര ലാസ്റ്റ് ഒരാളെ ഇവരാണ് നല്ലോണം എന്നെ ഇംപ്രസ് ചെയ്തതെന്ന് ചൂസ് ചെയ്യണം. അനശ്വര റെഡിയാണോ ചൂസ് ചെയ്യാൻ? അവര് റെഡിയാണോ? അവരെ കൊണ്ട് നമ്മൾ റെഡി ആക്കിപ്പിക്കാം. ഓക്കെ, ആൻഡ് ആ 5 ബോയ്സ്, നിനക്ക് നല്ല ബോധമുണ്ടല്ലോ. ഓക്കെ, ഞാൻ ഈ ബാക്കിൽ നിന്ന് ഒന്ന് റാൻഡം ആയിട്ട് പിക്ക് ചെയ്യാണ്. ഞാൻ ഒരാളെ ഇങ്ങനെ ചൂസ് ചെയ്യും. നീ എന്തായാലും പോരെ, എണീറ്റോ. എന്നാ തൊട്ടടുത്തിരിക്കുന്ന മുഖം മൂടിയിരിക്കുന്ന ആള് വരൂ. വാ പോരെ. അതാണ് 2 പേരായിട്ടുണ്ട്. ആൻഡ് പോരുന്നോ? അല്ലോ, പോരെ. ഒരു കൂട്ടായിട്ട് വാ, ഇവർക്ക് ഒരു കൂട്ടായിട്ട് എന്തായാലും ഈ ഒരു റോ അങ്ങ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾ വാ. ആദ്യം 3 പേരെങ്കിലും കാണുമ്പോഴത്തേന് ഇനി ബാക്കിയുള്ളവർക്ക് ഒന്ന് ധൈര്യം കിട്ടിക്കോട്ടെ വരാനായിട്ട്. ഓക്കെ, 3 പേര്. ആൻഡ് എന്നോട് ഇവിടെ വന്നപ്പോ തന്നെ എല്ലാരും പറഞ്ഞു നമ്മുടെ ചെയർമാൻ എന്തെങ്കിലും ഒരു പണി കൊടുക്കണം. അപ്പൊ നമ്മുടെ ഈ കോളേജിന്റെ ചെയർമാൻ എവിടെയാണ്? ചെയർമാൻ മുങ്ങിയാ? എന്നിട്ടാണോ നിങ്ങൾ ഈ കൈ അടിച്ചോണ്ടിരുന്നേ? ഓക്കെ, എന്തായാലും ഈ ഫോണും കൊണ്ട് റെക്കോർഡ് ചെയ്യുന്ന മോൻ തന്നെ ചുമ്മാ. അല്ല, കുഴപ്പമില്ല, സിമ്പിൾ ടാസ്ക് ആണ്, ഇത്ര പേടിക്കാനൊന്നുമില്ല. കണ്ടോ, ഇതിങ്ങനെ വേണം. SH അങ്ങനെ ഒന്നും നമുക്ക് അങ്ങനെ കഷ്ടപ്പെടുത്തി വിളിച്ചു വരുത്തേണ്ട ആവശ്യമില്ല. അപ്പൊ 5 പേര്. അപ്പൊ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തിക്കോളൂ. എന്റെ പേര് ജിതിൻ, BCom CA പഠിക്കുകയാണ്, ഈസ്റ്റ് ക്യാമ്പസ്. ഞാൻ മെയിൻ ക്യാമ്പസ് തന്നെയാണ്. എൻ്റെ പേര് അക്ഷയ്, ഡാറ്റാ സയൻസ് പഠിക്കുന്നത്, ഇപ്പോൾ 4th ഇയർ സ്റ്റുഡന്റ്. എന്റെ പേര് ശിവ, കെമിസ്ട്രി. എന്റെ പേര് സാത്വിക്, ഞാൻ BCJ ജേർണലിസമാണ്. എൻ്റെ പേര് ജെബിൻ, ഞാൻ ബോട്ടണി, 2nd ഇയർ. ഓക്കെ, അപ്പൊ 5 പേരെ നിർത്തിയിട്ടുണ്ട്. എല്ലാരും പരിചയപ്പെടുത്തില്ല. എല്ലാരും എല്ലാം വിത്ത് എന്താണ് പഠിക്കുന്നതെന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആദ്യം ആരാണ് ഇംപ്രസ് ചെയ്യാൻ വരുന്നത്? ഓക്കെ, അനശ്വരനെ എങ്ങനെയായിരിക്കും ഇംപ്രസ് ചെയ്യാൻ പോകുന്നത്? കോഫി ഡേറ്റിന് വിളിക്കും. ഇങ്ങനെ ഒറ്റ വാക്കിലൊന്നും പറയാം, വേറെ എന്തെങ്കിലും രീതിയിൽ ഒരു ആക്ടിവിറ്റീസ് ഒക്കെ കാണിച്ചാണ് ഇവിടെ ഇംപ്രസ് ചെയ്യിപ്പിക്കാൻ പറ്റുള്ളൂ. നോക്കാം. ഓക്കെ, എങ്ങനെ വേണമെങ്കിലും ഇംപ്രസ്. ഓക്കെ, അനശ്വര ഇവിടെ നിന്ന് ഓടല്ലോ കേട്ടോ. ഹായ്. ഇത് മറ്റേ വാർണമായിട്ടല്ലേ, ഞാൻ കൃഷ്ണ.
ഒന്ന് ഇംപ്രസ് ചെയ്യിക്കും. എങ്ങനെ എങ്ങനെ ഇംപ്രസ് ചെയ്യിപ്പിക്കുക? എന്നെയോ? ഞാൻ എന്തിനും ഞാൻ ഇൻട്രസ്റ്റ് ആവും. അങ്ങനെ കുഴപ്പമൊന്നുമില്ല. എന്ത് ഇറക്കാണ് കഴിവുകളൊക്കെ അങ്ങ് ഇറക്ക്. ആ ഡാൻസറാണോ? പാട്ട് പാടും. പാടാറില്ല. ആ. ഇല്ല, വല്ലപ്പോഴും പാടാറുള്ളൂ. വല്ലപ്പോഴും. അപ്പൊ ഈ ഒരു അവസരം മുതലാക്കും. വല്ലപ്പോഴും പാട്ട് പാടാറുള്ളൂ. ആ എന്നാ ഈ ഒരു അവസരം പാട്ട് ഇത് ഇവിടെ ഒന്ന് പറയാം. ഞാനോ? ഇഷ്ടമുള്ള ഒരു പാട്ട് പാടാൻ. അല്ല പാട്ട് പറയാം. സോറി. പാട്ട് പാടാം. നമുക്ക് വേറെ എന്തെങ്കിലും ട്രൈ ചെയ്യാം. ഓക്കെ. ട്രൈ ചെയ്തു. നമുക്കല്ല ഒറ്റയ്ക്ക് നമുക്കെന്നൊക്കെ ഒറ്റയ്ക്ക്. ജസ്റ്റ് വേണം പ്രൊപ്പോസ് ചെയ്യാം. ഓക്കെ. ഓക്കെ, ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്തു. I love you. ഇംപ്രസായ? ഓക്കെ ഞാനോർത്ത് വല്ല ഡയലോഗുകളൊക്കെ കൊറേ പെട്ടെന്ന് റാണ്ടായതുകൊണ്ടാണ്. കുറച്ചുകൂടെ ട്രൈ ചെയ്തെങ്കിൽ എന്തൊക്കെയൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നു. പാട്ട് പാടുന്നുണ്ടോ? ഇല്ല, പാട്ട് പാടാൻ അത്ര ഒരു ഇതില്ല. അത് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇവരുടെ ഗേൾ ഫ്രണ്ട്സ് പ്രശ്നമൊക്കെ കൊടുത്തു. ഗേൾഫ്രണ്ട്സ് ഇല്ല. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഗേൾഫ്രണ്ട് ഇല്ല. ഗേൾഫ്രണ്ട് ഇല്ല. ഓക്കെ അനുശ്വര, താങ്ക് യു. ആൻഡ് നെക്സ്റ്റ് ശിവ. ഇവിടെ വന്ന് നിന്നിട്ട് എല്ലാവരുടെ പേര് എനിക്ക് പറഞ്ഞുതരാം. ഇരുന്നോളെ. ഇനി പ്രപ്പോസിംഗ് പറ്റില്ല. ഒരാളെ എടുത്തത് ഇനി അടുത്ത ആള് പറ്റില്ല. പ്രപ്പോസിംഗ് പറ്റില്ല. എനിത്തിങ്. അല്ല വേറെ എന്തെങ്കിലും ഒരു ടാലന്റ് ഇപ്പൊ നമുക്ക് കണ്ടുപിടിക്കാലോ. എന്ത് ഇത്ര ഇഷ്ടപ്പെടാൻ കാരണം എന്താ? ഏത് ക്യാരക്ടർ ഉണ്ട് കേട്ടാ? ചുരുളി ഭയങ്കര ഇഷ്ടമാണ്. ഓക്കേ, നിന്നെ തന്നെയാണല്ലോ ഞാൻ ചൂസ് ചെയ്ത് വന്നതെന്ന് ഞാൻ ഖേദിക്കുന്നു. ഓക്കെ, വേണ്ട, ഓരോരുത്തരുടെ പേര് പറഞ്ഞു തരുന്ന നീ തന്നെ. നിന്റെ പേര് ആ ഓക്കെ. ഞാൻ കുറച്ച് ഷൈ ആണ്. ഞാൻ വന്നാണ്ട് എന്റെ കൂട്ടുകാരൊക്കെ അതിശയിച്ചു. അതുകൊണ്ട് ഞാൻ കുറച്ച് ഷൈ ആയിട്ട് പതുക്കെ പറയാം. ശരി, പണ്ട് സിനിമയെ കണ്ടോട്ടെ നല്ലൊരു സത്യത്തിൽ എനിക്ക് പറയാം ഒരുപാട് ഇഷ്ടമാണ്. വേണമെങ്കിൽ നമുക്കൊരു മ്യൂസിക് ഒക്കെ ഇടാം. വേണമെങ്കിൽ ഡാൻസ് കളിക്കോ? ചെറുതായിട്ട്. ഓക്കെ, അപ്പൊ ചെറുതായിട്ട് ഡാൻസ് കളിക്കൂ എന്നാണ് പറഞ്ഞത്. അപ്പൊ ഈ മൂവിയിലത്തെ പാട്ട് തന്നെ ഇടാമോ? ഹാർട്ട് അറ്റാക്ക്. ഓക്കെ, അതെ സംചേട്ടനല്ല. ഓഡിയൻസ് കൈയടിക്ക. നിന്റെ ഡാൻസ് കണ്ടിട്ട് എനിക്ക് തീരെ ഷൈ അല്ലാത്ത പോലെയാണ് തോന്നുന്നത്. കുഴപ്പമില്ല. ആൻഡ് നെക്സ്റ്റ് വാ 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 വാ. ഹായ്. ഹായ്. ഐറ്റം ഒന്നും ഓർക്കാനില്ല. നമ്മള് ഡാൻസും പ്രപ്പോസലൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ഐറ്റം ഇറക്കാനില്ല. ഒരു എന്ത് ചെയ്യാനായിരുന്നു? എന്താ ചെയ്യുന്നത്? നീ അതിലേക്ക് കിടക്കൂ. പുഷപ്പാണോ? പുഷപ്പ് കണ്ട ഇംപ്രസ് ആവും. വെറൈറ്റി വെറൈറ്റി. ഓക്കെ, 3, 4, 5, 6, 7, 8, 9, 10, 11.
ഞാനും കൂടെ ഉണ്ട് കേട്ടാ. ഞാനൊരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യട്ടെ. ഓക്കെ തട്ടത്തിൽ പറയാത്ത പാട്ടാ. ആരെ? തട്ടത്തിൽ പറയാത്ത കട്ടത്തിൽ പാട്ടോ ആ പാടിയോ? ആ പാട്ട് പഠിക്കാൻ പോകും. ശ്രുതി എന്നോമനെ ശ്വാസമേ ജീവനെ ആയിഷ. എന്നോമനെ ശ്വാസമേ ജീവനെ ആയിഷ. മുത്തുച്ചിപ്പിപ്പോലൊരു കത്തിനുള്ളിൽ വന്നൊരു കിന്നാരം കിന്നരിച്ചു പാടുന്നതിനുള്ളിൽ നിന്നൊരു ശ്രീരാഗം കൊടമഞ്ഞിനുള്ളിൽ കുളടിയിൽ പാടി പാടിയെന്നു എന്റെ തടലുകളിൽ വരവായി നീ ആയിഷ. അനുശ്വരക്ക് ഇപ്പൊ കൺഫ്യൂഷൻ ആയി കാണുമല്ലേ? ഓക്കെ ആൻഡ് ലാസ്റ്റ് ഒരാളും കൂടെ ഉണ്ടല്ലോ. ഐശ്വര്യോ? ഐശ്വര്യ അനശ്വര. ഓക്കെ ഓക്കെ ഇരുന്നോ. ഹായ്. ലൈക്ക് ഫസ്റ്റ് മൂവി തൊട്ടേ കണ്ടിട്ടുണ്ട്. സോ ഇപ്പൊ ഇതുവരെയുള്ള മൂവീസ് കണ്ടുവരുമ്പം ലൈക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ ആണ്. സോ അഡ്മയർ ചെയ്യുന്നുണ്ട് നന്നായിട്ട്. എനിക്ക് ഡാൻസ് കളിക്കാനും പുഷപ്പ് ചെയ്യാനൊന്നും എനിക്കറിയില്ല. അങ്ങനത്തെ കഴിവൊന്നും എനിക്കില്ല. പിന്നെ റോസ് ഒന്നും തരാനായിട്ടില്ല. തൽക്കാലം ഈ കുപ്പികളൊന്നും ഓക്കെ അനശ്വര, അങ്ങനെ നമ്മുടെ SH-ല് 5 പേരാണ് ഇംപ്രസ് ചെയ്യാൻ വേണ്ടി മുന്നോട്ടേക്ക് വന്നത്. 5 പേര് മാറി നിൽക്കാതെ വാ. ആരാണ് ഏറ്റവും കൂടുതൽ ഇംപ്രസ് ആക്കിയത്? ഇത്രയും സുന്ദരന്മാര് എന്നിട്ട് ഭയങ്കര പാട്ട് പാടി ഡാൻസ് ഒക്കെ ചെയ്ത് ഇതൊക്കെ പറയുമ്പോ ഒരാളെങ്ങനെ ചൂസ് ചെയ്യും? എന്നാലും അടിപൊളി കേട്ടോ. അതിന്റെ അടിപൊളി. ഓക്കെ ഇപ്പൊ എങ്ങനെയാ ഇപ്പൊ ചൂസ് ചെയ്യാ? അപ്പൊ നിങ്ങൾ എഴുന്നേറ്റ് വന്ന നിങ്ങളുടെ ധൈര്യത്തിന് അടിപൊളി. ഓക്കെ എന്നാലും ഷൈ ഇൻട്രോവേർട്ട് ആയിട്ട് വന്നിട്ട് അവൻ എക്സ്ട്രോവേർട്ട് ആയിട്ട് തിരിച്ചു അങ്ങോട്ട് എറിഞ്ഞു കളഞ്ഞു. അത് എന്തൊക്കെ സ്റ്റെപ്പ് ആയിരുന്നു. ഞാൻ അനശ്വര ഇങ്ങോട്ടേക്ക് തെറിച്ചു വരുമെന്ന്. അപ്പൊ ഒന്നുകൂടി നെയ് പറഞ്ഞേ. നല്ലൊരു കൈയ്യടി കൊടുക്കാം. ഓക്കെ ഇവിടെ റോഷനും ചന്തും പറഞ്ഞത് ഞങ്ങൾ ഇംപ്രസ് അല്ല, ഈ ഒരു പെർഫോമൻസിൽ ഒന്നും ഞങ്ങൾ ഇംപ്രസ് അല്ല എന്നാണ്. അപ്പൊ പാട്ട് പാടാൻ അറിയാൻ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? പെൺകുട്ടികൾ? ആ അതെ, ഒരാൾ ഇങ്ങനെ കൈ പൊക്കി. ഓക്കേ ഒന്ന് കൈയ്യടി കൊടുക്കാം. ഓക്കെ ഓക്കെ ഈ കുട്ടൻ എനിക്ക് ആള് മാറിയിട്ടില്ല. ഓക്കെ ആർക്ക് വേണ്ടിയാ ഇതെല്ലാം? ചന്തു ചേട്ടന് വേണ്ടിട്ട്. ഓക്കെ പാടിക്കോ. കൺമണി അൻപോട് കാതലൻ ഞാൻ എഴുതും കടിതമേ, പൊന്മണി പൊൻ വീട്ടിൽ സൗഖ്യമാതാടിങ്ക് സൗഖ്യമേ, உன்னை எண்ணி பார்க்கையில் கவிதை கொட்டது, அதை எழுத நினைக்கையில் வார்த்தை ஒட்டது. ஓஹோ கண்மணி அன்போடு காதலன் நான் எழுதும் கடிதமே, பொன்மணி உன் வீட்டில் சௌக்கியமா நான் இங்கு சௌக்கியமே, உன்னை எண்ணி பார்க்கையில் கவிதை கொட்டது, அது எழுத நினைக்கையில் வார்த்தை முட்டது. ஓஹோ கண்மணி அன்போடு காதலன் நான் எழுதும் கடிதமே. രക്ഷ
രക്ഷയില്ല. പൊളിച്ചാൻ ചന്തു ആണ് പറയേണ്ടത്. അടിപൊളിയായിരുന്നു. ആ, ഞാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. ചന്തു impressed ആയി. റോഷനും ഞാനും. ഓക്കെ, സംസാരിക്കാത്ത റോഷൻ വരെ സംസാരിച്ചു ആ പാട്ട് കേട്ട്. ഒരാളുണ്ട്, എന്നാ മൈക്ക് പിടിച്ചോ. ചന്തു ചേട്ടനോട് ഒരു ഡുവറ്റ് ചെയ്യാൻ പറ്റുമോ? ചന്തു ചേട്ടനായിട്ട് ഒരു ഡുവറ്റ് ഡാൻസ് ചെയ്യാൻ പറ്റുമോന്ന്? ആ, അതെന്താ സാധനം ഇതൊക്കെ? ജസ്റ്റ് 2 സ്റ്റെപ്പ് വെച്ചാൽ മതി ചന്തു. ജസ്റ്റ് 2 സ്റ്റെപ്പ്. ഓക്കെ ഓക്കെ ചന്തു പറഞ്ഞിട്ടില്ല, ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു കൊണ്ടുവരുവാണോ? ഇല്ല, എനിക്ക് ഡാൻസ് കളിക്കാറുണ്ടോ? ആ, ഓക്കെ. ഓ, പൊളി, 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 ചോദ്യം, രക്ഷയില്ല ചന്തു. ഞാൻ ആദ്യമായിട്ട് എനിക്കൊന്നും അറിഞ്ഞൂടാ. പക്ഷെ ആദ്യമായിട്ടൊന്നും ഞങ്ങൾക്ക് തോന്നിയില്ല. ഉക്കരം രണ്ടുപേരും. സ്വീറ്റിക്ക് എന്തോ പറയാനുണ്ട്? വേറൊന്നുമല്ല, നിങ്ങൾ ആരെ ഇംപ്രസ് ചെയ്യാൻ പോകുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. നിങ്ങളിൽ ആരെയോ സർപ്രൈസ്ഡ് ആക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. വൺ മിസ്റ്റർ അഖിൽ. അഖിൽ അത്യാവശ്യം ഡാൻസ് കളിച്ചു. യെസ്, പണ്ടൊന്നുമല്ല, കളിക്കാറില്ല ഇപ്പോൾ. അഖിൽ അത്യാവശ്യം ഇന്ത്യയിൽ ഒരുപാട് ഇവന്റ്സ് ചെയ്ത് കുറേയധികം ആൾക്കാരെ ഇതുപോലെ സർപ്രൈസ്ഡ് ആക്കിയിട്ടുള്ള ഒരാളാണ്. സോ ആരെയാണ് സർപ്രൈസ്ഡ് ആക്കാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. അതിവിടെ ഓൺ സ്റ്റേജിലായിരിക്കും അറിയാൻ പറ്റുക. സോ ലെറ്റ്സ് വെൽക്കം Akhil onto the stage. Everybody, give a big round of applause for Akhil. Yes. അഖിൽ അപ്പോ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അഖിലിന്റെ പൊസിഷൻ എപ്പോഴും അവിടെ ആയിരിക്കും. ആൻഡ് റോഷൻ ഇംപ്രസ് ചെയ്യാനായിട്ട് ഈ കുട്ടി പാട്ട് പാടാന്ന് പറഞ്ഞു. റോഷൻ ചേട്ടൻ മറ്റേ ആവേശത്തെ കണ്ട പോലെയല്ല. ആവേശത്തിലൊക്കെ ഭയങ്കര ആക്റ്റീവായിട്ട് ഭയങ്കര ഇതൊക്കെ അതൊക്കെ എക്സ്പെക്ട് ചെയ്താണ് ഇവിടെ വന്നിരുന്നപ്പോ സൈലന്റ് ആയിട്ട് ഇരിക്കുന്നു. അപ്പൊ ഒന്ന് വൈബ്രന്റ് ആക്കാൻ നോക്കാണ് അല്ലെ, ശ്രമിക്കാം. യെസ്, ട്രൈ ചെയ്യാം. ഒരു പിടിക്കനവിലായി നിൻമുഖം മനമറിയാതെ നിലവുകളിൽ ഇരവിലെ കുളിരുപോൽ നീ വരും. ഇനിയൊരു ജന്മമെൻ അരികിലായി ചേരുമോ? ചിരിമഴയുമായി പുലരൊളിയുമായി വീണ്ടും നീയോ നീയോ മിഴിനിറയുമീരന്തരം നീയോ നീയോ കാഞ്ഞുകിലുമോടും തിങ്കളും നീയോ നീയോ പുതുമഴ തരും നീ സുഖം പോരോ തിരി താഴുമൊരീ നേരം. അടിപൊളിയായിരുന്നു. റോഷൻ ഇംപ്രസ് ആയിരിക്കും. ഉറപ്പിച്ചു. ഓക്കെ, ഫിനിഷ് ആയി. യെസ്, ഫൈനൽ ടച്ച്. ഓക്കെ, അനശ്വരനെ ഇൻവൈറ്റ് എല്ലാരും. ഓക്കെ, പൈൻക്ലി ടീം മൊത്തത്തിൽ ഇൻവൈറ്റ് ചെയ്യുകയാണ്. 6 ലവ് വരച്ചിട്ടുണ്ട്, അപ്പൊ അതൊന്ന് ഫില്ല് ചെയ്യണം.
സച്ചിൻ, അനശ്വര, ജിസ്മ, റോഷൻ, ചന്തു അങ്ങനെ കുറച്ചധികം നേരം നമ്മോടൊപ്പം സ്പെൻഡ് ചെയ്തു. ഈ സ്റ്റുഡന്റ് ഷോ മൈൽ സ്റ്റോൺ മേക്കേഴ്സ് പ്രസന്റ് സ്റ്റുഡന്റ് ഷോ ടൈറ്റിൽ സ്പോൺസർ ചെയ്തിരിക്കുന്നത് നമ്മുടെ ടോക്കിയോ ഇന്റർനാഷണൽ അക്കാഡമി ആണ്. സോ നിങ്ങൾ എല്ലാവരും പുറത്തേക്ക് എബ്രോഡിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും അല്ലെ? അപ്പൊ എല്ലാവരും തന്നെ കാനഡ, UK അതൊക്കെ ആയിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ ടോക്കിയോ ഇന്റർനാഷണൽ അക്കാഡമി ജപ്പാനിലേക്ക് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് മുന്നിൽ തുറന്നു വെച്ചിട്ടുണ്ട്. സോ നിങ്ങൾക്കും അതിന്റെ പാട്ടാകാം. കൂടുതൽ ഡീറ്റെയിൽസ് വളരെ കുറഞ്ഞ ചിലവിൽ ജാപ്പനീസ് ലാംഗ്വേജ് പഠിപ്പിച്ച് നിങ്ങളെ ജപ്പാനിലേക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു കൺട്രിയിലേക്ക് ടോക്കിയോ ഇന്റർനാഷണൽ അക്കാഡമി എത്തിക്കുന്നതായിരിക്കും. ആൻഡ് പൈങ്കിളി ടീം ലാസ്റ്റ് ആയിട്ട് എന്താണ് ഞങ്ങളോട് പറയാനുള്ളത്? ആൻഡ് February 14th റിലീസ് ആണ്. സോ നമ്മുടെ പ്രേക്ഷകരോട് SH കോളേജ് സ്റ്റുഡന്റ് ഷോ പ്രമാണിച്ച് ലാസ്റ്റ് ആയിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് ടപ്പേ എല്ലാവരും വാലന്റൈൻസ് ഡേ കപ്പിൾസ് ഒക്കെ ആയിട്ട് പോയിട്ട് പടം കാണണം. എല്ലാത്തവര് ഫ്രണ്ട്സ് ആയിട്ടും ഫാമിലിയൊക്കെ ആയിട്ട് പോയി കാണണം. 14-ാം തീയതി കുറച്ച് ദിവസം കൂടി ഉള്ളു. എല്ലാവർക്കും ഇഷ്ടപ്പെടും, കണക്ട് ആവും. അടിപൊളി പടമാണ്, കോൺഫിഡൻസിലാണ് പറയുന്നത്. അപ്പോൾ നാളെ ഒരു സോങ് ഒക്കെ ഇറങ്ങും. അപ്പോൾ കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും. എല്ലാവരും പടം കാണണം. താങ്ക് യു സോ മച്ച് ഇവിടെ വരാൻ പറ്റി. ഓക്കെ അനശ്വര. ഇതേപോലെ February 14 വാലന്റൈൻസ് ഡേയുടെ അന്ന് പൈങ്കിളി തിയേറ്ററിലെത്താണ്. അപ്പം സിനിമ നിങ്ങൾ തിയേറ്ററിൽ പോയിരുന്ന കാണുക. നിങ്ങളുടെ ഇപ്പോൾ പറഞ്ഞ പോലെ നിങ്ങളുടെ പാരൻസിനെ കൂട്ടിയിട്ടും ഫ്രണ്ട്സിൻ്റെ കൂടെയും നിങ്ങളുടെ ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടൊക്കെ കൂടെ പടം തിയേറ്ററിൽ നിന്ന് പോയി കാണുക. നാളൊരു പാട്ടും കൂടി ഇറങ്ങുന്നുണ്ട് നമ്മുടെ പൈങ്കിളിയിൽ, ഒരു പ്രമോ സോങ്. അപ്പം മൊത്തം നിങ്ങൾ കണ്ട് നമുക്ക് ഏകദേശം ഒരു വൈബ് മനസ്സിലാവും. സോ തിയേറ്ററിൽ പോയിരുന്ന പടം കണ്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. അപ്പോൾ വരാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. ഇത്രയും സമയം നമ്മുടെ ഞങ്ങൾ ഇൻട്രാക്ട് ചെയ്യാനൊരു അവസരം ഉണ്ടായതിലും നിങ്ങളൊക്കെ കാണാൻ സാധിച്ചാലും സോ ഹാപ്പി. താങ്ക് യു സോ മച്ച്. കൈയടിച്ച് പറഞ്ഞു വിടുവാണ്. 14-ാം തീയതി തിയേറ്ററിൽ പോയിട്ട് കാണാം. വാലന്റൈൻസ് ഡേ ആയതുകൊണ്ട് എല്ലാവരും തിരക്കായിരിക്കും അറിയാം. കോളേജ് വന്നിട്ട് പിള്ളേരുടെ അടുത്തൊക്കെ 14-ാം തീയതി തിയേറ്ററിൽ പോകണമെന്ന് പറഞ്ഞാൽ അത് ഇച്ചിരി ദുരിതമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ എന്നാലും ഗേൾ ഫ്രണ്ട്സിനെയും ബോയ് ഫ്രണ്ട്സിനെയൊക്കെ കൂട്ടിയിട്ട് പോവാം. ഫാമിലിയിലുള്ളവരെ പറ്റുവാണെങ്കിൽ കൂട്ടിയിട്ട് പോവാം. 2-3 ഷോയൊക്കെ കാണാൻ പറ്റുവാണെങ്കിൽ കാണുക. ആദ്യത്തെ സിനിമയോട് സഹകരിക്കണം. ഓക്കെ, ഡെഫിനറ്റ്ലി ജിസ്മ. ആൻഡ് ഓവർ ടു റോഷൻ. ഒരുപാട് സന്തോഷം ഇവിടെ വരാൻ സാധിച്ചാലും. പിന്നെ പാട്ടും ഡാൻസും ഒക്കെ അടിപൊളിയായിരുന്നു. എല്ലാവരും February 14 പടം കാണണം. കൂടുതലും പറയാനില്ല, വീണ്ടും അവരെല്ലാം പറഞ്ഞു. എനിക്കും അത് തന്നെ പറയാനുള്ളൂ. February 14 സിനിമ കാണണം. തിയേറ്ററിലേക്ക് തന്നെ എല്ലാവരും തിയേറ്ററിൽ തന്നെ കാണാൻ ശ്രമിക്കുക. Okay, thank you so much and thank you once again. Thank you Cheta and Shura. Thank you so much and Jisma Chechi. Thank you Roshan and Chandu. Thank you. So ladies and gentlemen,